വടക്കഞ്ചേരി നിയോജക മണ്ഡലം എന്ന് പറയുന്നത് അനിലക്കരയായിരുന്നു 2016 അവിടെ നിന്ന് വിജയിച്ചത്. വളരെ നിസ്സാരമായ വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിച്ചത്. എന്നാൽ 2021 എത്തുമ്പോഴത്തേക്ക് അദ്ദേഹം വളരെ വലിയൊരു ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. UDF നിന്ന് ആരെയൊക്കെയാണ് ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്? UDF നിന്ന് ആരൊക്കെ പരിഗണിക്കുന്നു എന്ന് പറയുന്നതിന് മുമ്പും സേവ്യർ ചിറ്റിലപ്പള്ളി തന്നെ നിലവിൽ മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ CPM വേണ്ടി മത്സരിക്കുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. സുരേഷ് ഗോപി വന്നു നിന്നെങ്കിലും അതിൻ്റെ ഓളം BJPക്ക് നേട്ടം കൊയ്യാൻ കഴിയാതെ പോകുന്ന മണ്ഡലമാണ് വടക്കാഞ്ചേരി. ഈ മുസ്ലിം വോട്ടർമാരുടെ വോട്ട് ഇപ്പോഴത്തെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ ബ്ലോക്കായിട്ട് പാർട്ടി ഏതായാലും ശരി അത് UDF വീഴുന്നൊരു സ്ഥിതിയുണ്ട്. ഇവിടെ ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ജോസ് വള്ളൂരാണ്. അയ്യോ, ഷർട്ടൊക്കെ അളവെടുത്ത് പാകമായിട്ട് അടിച്ചിട്ടിരിക്കുകയാണ് പോക്കാൻ. ജോസ് വള്ളൂര് ത്രിതല പഞ്ചായത്തിൽ ഇവർ UDF LDF തമ്മിലുള്ള വോട്ട് വ്യത്യാസം 1000-ൽ പരം വോട്ടുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ മൊത്തത്തിലെടുത്ത് നോക്കുമ്പോൾ ത്രിതല പഞ്ചായത്തിൽ. അത് നിയമസഭയിലേക്ക് റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അട്ടിമറിക്കൽ അസാധ്യമല്ല എന്ന ധാരണയിലാണ് UDF നിൽക്കുന്നത്. രാജേന്ദ്രൻ അരങ്ങത്ത് എൻ്റെ സ്ഥാനാർത്ഥിയാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ്, എൻ്റെ സ്ഥാനാർത്ഥിയാണ്, ഞാൻ ചതിക്കപ്പെട്ടതാണ്, നിങ്ങൾ വിഡ്ഢികളാക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് ക്യാമ്പയിന് നേതൃത്വം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ചിത്രം മാറും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമസ്കാരം. നമസ്കാരം രാജൻ ഭായി, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഇപ്പോൾ നമ്മൾ എല്ലാ മണ്ഡലങ്ങളിലേക്ക് ഓടി എത്തേണ്ടതുണ്ട്. അപ്പോൾ എനിക്കൊന്ന് ഈ വടക്കഞ്ചേരി നിയോജക മണ്ഡലം എന്ന് പറയുന്നത് അനിലക്കരയായിരുന്നു 2016 അവിടെ നിന്ന് വിജയിച്ചത്. വളരെ നിസ്സാരമായ വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിച്ചത്. എന്നാൽ 2021 എത്തുമ്പോഴത്തേക്ക് അദ്ദേഹം വളരെ വലിയൊരു ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ നിലവിലത്തെ സാഹചര്യം വെച്ചിട്ട് നിലവിലത്തെ MLA തന്നെയാണ് അവിടെ മത്സരിക്കാനായിട്ടുള്ള സാധ്യതകളുള്ളത് LDFിൻ്റെ ഭാഗത്തുനിന്ന്. UDF നിന്ന് ആരെയൊക്കെയാണ് ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്? UDF നിന്ന് ആരൊക്കെ പരിഗണിക്കുന്നു എന്ന് പറയുന്നതിന് മുമ്പും സേവ്യർ ചിറ്റിലപ്പള്ളി തന്നെ നിലവിൽ മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ CPM വേണ്ടി മത്സരിക്കുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ പിന്നെ ഈ മണ്ഡലത്തിൻ്റെ ചരിത്രം പരിശോധിക്കണം. നമ്മൾ ഇവിടെ ഇരുന്ന് ഉള്ള പ്രദർശനം മാത്രമല്ല, ഞാൻ 1-ാം തീയതി സിബിയുടെയും കൂടി അറിവോടെ അനുഭവത്തോടെ നമ്മൾ ഇവിടുന്ന് വണ്ടിയെടുത്ത് പോയി നമ്മൾ മലപ്പുറം ജില്ലയിലെ കുറച്ച് മണ്ഡലങ്ങൾ കവർ ചെയ്യാമെന്നാണ് കരുതിയത്. പക്ഷേ തൃശ്ശൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അവിടെ ചെന്ന് കറങ്ങിത്തിരിയൽ ബുദ്ധിമുട്ടായിരിക്കും. വടക്കാഞ്ചേരി തൊട്ടങ്ങ് തുടങ്ങി. വടക്കാഞ്ചേരി, പെരിന്തൽമണ്ണ, വണ്ടൂർ, നിലമ്പൂർ ഇത്രയും മണ്ഡലങ്ങൾ കവർ ചെയ്തു. ഇവിടെ തൊട്ട് മഞ്ചേരിയിലോട്ടൊന്നും വന്നില്ല. സാധാരണഗതിയിൽ ചാനലുകാർ ഒപ്പീനിയൻ പോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഈ കോലും കൊണ്ടങ്ങ് ചെല്ലും. എന്നിട്ട് ഇതിനാണ് ഇത് മുന്നണിക്കാൻ സാധ്യത എന്ന് നോക്കി ഒരു മനസ്സ് ഉറക്കത്തില്ല. നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ചില ചായക്കടയിൽ കയറിയിരുന്നു, ചില പാർട്ടി ഓഫീസുകളിൽ കയറി. CPMൻ്റെയും കോൺഗ്രസിൻ്റെയും BJPയുടെ ഒക്കെ പാർട്ടി ഓഫീസുകളിൽ കയറി. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒക്കെ പാർട്ടി ഓഫീസിൽ കയറുമ്പോൾ മാത്രം അവർക്കൊരു ചിലർ ഒരു വല്ലാത്ത നോട്ടമുണ്ട്. കാരണം ഈ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമൊക്കെ കൊണ്ടുവന്ന ആളാണെന്നുള്ള രീതിയിൽ. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് നമ്മൾ ചിലർക്ക് കയറിയിട്ട് ചോദിക്കുന്നത് ടോയ്ലറ്റ് പോകാൻ സൗകര്യം ഉണ്ടോ, മൂത്രം ഒഴിക്കാൻ സൗകര്യമുണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ്. ആരും നോ പറയത്തില്ല. അതേപോലെ തന്നെ ചില സ്ഥലത്ത് നിന്ന് കാറ് നിർത്തിയിട്ട് ഞാൻ അവിടെ നിന്ന് കാണുന്ന ഓട്ടോറിക്ഷയ്ക്ക് കയറും, ഇന്ന സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങാമെന്ന് പറയും. ഈ ഓട്ടോക്കാരെടുത്ത് വയ്ക്കും, തട്ടുകടയിൽ കയറും. ഇങ്ങനെയാണ് നമ്മുടെ ടീമും കൂടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു രീതി നടത്തിയിട്ടുള്ളത്. അതാകുമ്പോൾ എന്താ വെച്ചാൽ ആൾക്കാർ ഹൃദയം തുറന്ന് സംസാരിക്കും. അപ്പം വടക്കാഞ്ചേരിയുണ്ട്, നിലമ്പൂരുണ്ട്, വണ്ടൂരുണ്ട്, ഇതെല്ലാം സംസാരിക്കാനുണ്ട്, പെരുന്തൽമണ്ണയുണ്ട്. നമുക്കിപ്പോൾ വടക്കാഞ്ചേരിയിൽ നിന്ന് ആരംഭിക്കാം. വടക്കാഞ്ചേരി മണ്ഡലം 1957 നിലവിൽ വന്ന മണ്ഡലമാണ്. തൃശ്ശൂർ ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെയും അതിർത്തി എന്ന് പറയാൻ പറ്റത്തില്ല, അതിർത്തി പട്ടാമ്പി മണ്ഡലമാണ്. പട്ടാമ്പിക്ക് തൊട്ടിപ്പുറത്തുള്ള മണ്ഡലമാണ് വടക്കാഞ്ചേരി. വടക്കാഞ്ചേരി മണ്ഡലത്തിൽ 1957 ദയാംഗ മണ്ഡലമായിരുന്നു. അന്ന് CPIയുടെ അയ്യപ്പനും കോൺഗ്രസിൻ്റെ കൊച്ചുകുട്ടനും അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചു. 60-ലും അത് ദയാംഗ മണ്ഡലമാണ്. അന്ന് പിന്നെ PSPയുടെ K ബാലകൃഷ്ണമേനോനും കോൺഗ്രസിൻ്റെ കൊച്ചുകുട്ടനും വീണ്ടും അവിടെ നിന്ന് വിജയിച്ചു. പിന്നീട് ഇങ്ങോട്ട് SSP എന്ന് പറയുന്ന പാർട്ടി, നമുക്ക് വലിയ പരിചയമൊന്നും ഇല്ലാത്തതാണ്, അന്നേതോ കാലത്തുള്ള പാർട്ടിയാണ്. NK ശേഷൻ 2 തവണ 67-ലും 65-ലും ജയിച്ചു. 65-ൽ പക്ഷേ നിയമസഭ ചേരാൻ പറ്റിയില്ല. പിന്നീട് CPM ആ മണ്ഡലം പിടിച്ചെടുത്തു. NSN നമ്പീശൻ 1970 അവിടെ നിന്ന് ജയിക്കുന്നു. പിന്നെ അവിടെ നിന്ന് തുടർച്ചയായിട്ട് 5 പ്രാവശ്യം KS നാരായണൻ നമ്പൂരി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിക്കുന്നു. 77, 80, 82, 87, 91 അത്ര പ്രാവശ്യം 5 പ്രാവശ്യം അദ്ദേഹം അവിടെ നിന്ന് തുടർച്ചയായിട്ട് മത്സരിക്കുന്നു. അതായത് 77 തൊട്ട് 91 വരെയുള്ള 14 വർഷക്കാലം പുള്ളിയായിരുന്നു അവിടെ നിന്നുള്ള MLA. അത് കഴിഞ്ഞിട്ടും കോൺഗ്രസ് തന്നെയാണ്. ഈ 14 വർഷത്തിന് ശേഷവും 96-ലും 2001-ലും V ബലറാം, കോൺഗ്രസിൻ്റെ കരുണാകരൻ്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ട കരുണാകരൻ ഗ്രൂപ്പിൻ്റെ ആളായിരുന്ന V ബലറാം മത്സരിക്കുന്നു. V ബലറാം പക്ഷേ 2004-ൽ K മുരളീധരൻ്റെ മന്ത്രിയാവണം എന്നുള്ളൊരു ആഗ്രഹം, K മുരളീധരനല്ലായിരുന്നു ആഗ്രഹം, ലീഡർക്കായിരുന്നു ആഗ്രഹം മോനെ മന്ത്രിയാക്കണം എന്നുള്ളത്. അങ്ങനെ മന്ത്രിസ്ഥാനം KPCC പ്രസിഡൻ്റായിട്ട് തിളങ്ങിയിരിക്കുന്ന കാലത്ത് മന്ത്രിയാക്കി V ബലറാമിനെ രാജിവെപ്പിച്ച് അവിടെ മത്സരിച്ചു. AC മൊയ്തീനോട് തോറ്റു. അന്ന് CPMൻ്റെ ഏരിയ സെക്രട്ടറി, ഇപ്പോഴത്തെ കുന്നംകുളം MLA, മുൻ മന്ത്രിയായിട്ടുള്ള AC മൊയ്തീനോട് തോറ്റു. V ബലറാമിനെ പിന്നെ രാജ്യസഭയിലോട്ട് അയക്കാൻ വേണ്ടിയിട്ട് പ്രതിഫലമായിട്ട് രാജ്യസഭാംഗത്വമാണ് വാഗ്ദാനം ചെയ്തത്. പക്ഷേ അതും പൊളിഞ്ഞുപോയി. അങ്ങനെ V ബലറാമൊക്കെ പിന്നെ രാഷ്ട്രീയത്തിൽ അപ്രസക്തനായിപ്പോയി. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് V ബലറാമിനെ മത്സരിപ്പിക്കുകയും പൊളിയുകയും ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ടും മുരളിയുടെ തോൽവിയുടെ ഭാഗമായിട്ടൊക്കെയാണ് DIC രൂപീകരിക്കപ്പെടുന്നത് പോലും. ഇത് കഴിഞ്ഞ് 2006-ൽ പിന്നെ 4-ലും 6-ലും AC മൊയ്തീൻ ജയിച്ചെങ്കിലും 2011-ൽ
തൃശ്ശൂർ ജില്ലയിലെ കോൺഗ്രസിൻ്റെ എക്കാലത്തെ ഏറ്റവും കരുത്തരായ ഭയങ്കര സ്ട്രോങ് ആയിട്ട് അഗ്രസീവായിട്ട് കാര്യങ്ങൾ പറയുകയും സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന CN ബാലകൃഷ്ണൻ അവിടെ നിന്ന് 2011 മത്സരിച്ചു, ഉമ്മൻചാണ്ടിയുടെ ക്യാബിനറ്റിൽ വന്നു. 2016 CN ബാലകൃഷ്ണൻ മരണപ്പെടുകയും ചെയ്തു. അനിൽ അക്കര എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന വളരെ സൗമ്യനാണ്, വളരെ മര്യാദക്കാരനായ രാഷ്ട്രീയക്കാരനാണ്. അനിൽ അക്കര അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു. എന്നാൽ 2021 ആകുമ്പോഴത്തേക്ക് ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അനിൽ അക്കര റൈസ് ചെയ്ത ഒരുപാട് വിഷയങ്ങൾ, അതിനകത്ത് ഭാഗികമായി ശരിയുണ്ടോ എന്ന് വിഷയമുണ്ട്. പക്ഷേ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ മെറിറ്റിലേക്ക് പോയില്ല. വീട് കിട്ടാനുള്ളവർക്ക് വീട് മുടക്കി എന്നുള്ള ഒരൊറ്റ ക്യാമ്പയിനിലേക്ക് CPM ഇതിനെ കൊണ്ടുപോയി. അങ്ങനെ സേവ്യർ ചിറ്റിലപ്പള്ളി അവിടെ വന്നു. സേവ്യർ ചിറ്റിലപ്പള്ളിയെ മണ്ഡലക്കാരനല്ല, DYFയുടെ നേതാവായിരുന്നു, യുവ നേതാവായിരുന്നു. രണ്ടുപേരും യുവ നേതാക്കന്മാരാണ്, രണ്ടുപേരും മാന്യന്മാരാണ്. സേവ്യർ ചിറ്റിലപ്പള്ളി ആ മണ്ഡലം വൻ ഭൂരിപക്ഷത്തിന് പിടിച്ചെടുത്തു. ഈ മണ്ഡലത്തിൻ്റെ ഘടന എടുത്ത് പരിശോധിക്കുമ്പം വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ഉണ്ട്, പിന്നെ തൃശ്ശൂർ ജില്ലയുടെയും അതേപോലെ തന്നെ പാലക്കാട് ജില്ലയുടെയും ഒരു അതിർത്തി പ്രദേശമാണ്. അവിടെയുള്ള ഒരുപാട് പഞ്ചായത്തുകളുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. ഇപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ സീറ്റിന് വേണ്ടി കുപ്പായ വിട്ട് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി സേവ്യർ ചിറ്റിലപ്പള്ളിയാണ്, സംശയമില്ല. സുരേഷ് ഗോപി വന്നു നിന്നെങ്കിലും അതിൻ്റെ ഓളം BJPക്ക് നേട്ടം കൊയ്യാൻ കഴിയാതെ പോകുന്ന മണ്ഡലമാണ് വടക്കാഞ്ചേരി. ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും BJPക്ക് അവിടെ കാര്യമായിട്ടൊന്നുമില്ല. ജില്ലാ പഞ്ചായത്ത് മെമ്പറില്ല, ബ്ലോക്കിലോട്ട് ആരുമില്ല. അങ്ങനത്തെ അവസ്ഥ. ബ്ലോക്കിലോട്ട് പോലും ഒറ്റ മെമ്പറും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിതി ദയനീയമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. അവിടുത്തെ ഒരു ജനസംഖ്യയുടെ ഒരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏകദേശം 2 ലക്ഷത്തോളം വോട്ടർമാരുള്ളതിൽ ഏകദേശം 1,30,30,000 വോട്ടർമാർ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവരാണ്. ഏകദേശം 45,000-നും 50,000-നും ഇടയ്ക്ക് വോട്ടർമാർ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവരാണ്. ഒരുപാട് പള്ളികളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എല്ലാ സഭകളും ഉണ്ട്. RCയാണ് കൂടുതൽ. ഏകദേശം 15,000-നും 25,000-നും ഇടയ്ക്ക് മുസ്ലിം വോട്ടർമാരുണ്ട്. ഈ മുസ്ലിം വോട്ടർമാരുടെ വോട്ട് ഇപ്പോഴത്തെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ N ബ്ലോക്കായിട്ട് പാർട്ടി ഏതായാലും ശരി അത് UDFന് വീഴുന്നൊരു സ്ഥിതിയുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള ഇലക്ഷൻ്റെ പാറ്റേൺ എടുത്ത് നോക്കുമ്പോൾ, ട്രെൻഡ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും പിന്നീട് നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളാണെങ്കിലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലാണെങ്കിലും മുസ്ലിം വോട്ടുകൾ അവരെ സംബന്ധിച്ചിടത്തോളം BJPയെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് വരണം കേരളത്തിൽ. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധിയൊക്കെ കേരളത്തിൻ്റെ മക്കളായിട്ട് ഇപ്പോൾ അവർ കാണുന്നത്. അങ്ങനെയുണ്ട്. എന്താ ഗുണമെന്നുള്ളത് വേറെ ചോദ്യം. അപ്പോൾ അങ്ങനെ ആ വോട്ടുകൾ എന്തായാലും ഇവരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റാണ്. അതിനിടെ കൂടെ ഹൈന്ദവ വോട്ടുകൾക്കകത്ത് നിന്ന് ഒരു നല്ല കാൻഡിഡേറ്റ് അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ വോട്ട് പ്രത്യേകിച്ചും പ്രബല സമുദായങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ, പിന്നെ പ്രത്യേകിച്ചും നമ്മളെ കടലാസും കന്നാസും സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും തമ്മിലുള്ള ടേംസൊക്കെ തെറ്റിക്കഴിഞ്ഞുകൊണ്ട് തന്നെ സുകുമാരൻ നായർ കുറച്ചുകൂടി ഫേവറബിൾ ആയിട്ടുള്ള സ്റ്റാൻഡ് UDFനോട് ഇപ്പോൾ എടുക്കുന്നുമുണ്ട്. കാരണം വെള്ളാപ്പള്ളിയെ കാറി കയറ്റിക്കൊണ്ടേ, വെള്ളാപ്പള്ളിക്ക് മുഖ്യമന്ത്രി കാറി കയറ്റിക്കൊണ്ടേ ഇങ്ങനെ കൊണ്ടുപോയിട്ടില്ല. വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ BJP കൊടുത്തു, ഇങ്ങേർക്ക് കൊടുത്തിട്ടില്ല. ഈ രണ്ടുപേരോടുള്ള അയിത്തവും അൺടച്ചബിലിറ്റിയും അത് സമദൂര സിദ്ധാന്തത്തിൽ നിന്ന് പുള്ളി തന്നെ പറഞ്ഞിട്ടുള്ള ഭാഷയിലെ ശരിദൂര സിദ്ധാന്തത്തിലേക്ക് എത്തുമ്പോൾ ആ എത്തൽ UDFന് അനുകൂല ഘടകമായിട്ട് മാറും. കാരണം കലയോഗങ്ങളൊക്കെ ഇഷ്ടംപോലെയുള്ള സ്ഥലമാണ് ഈ ജില്ല എന്ന് പറയുമ്പം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1967 കേരള നിയമസഭയിൽ കേവലം 9 അംഗങ്ങൾ മാത്രം UDF കോൺഗ്രസിനുണ്ടായിരുന്ന സമയമുണ്ട്. അന്നാണ് K കരുണാകരൻ പ്രതിപക്ഷ നേതാവാകുന്നു. 67 അച്യുതമേനോൻ്റെ സമയത്താണ്. വെറും 9 അംഗങ്ങളുള്ളത്. ആ 9 അംഗങ്ങളിൽ 3 പേര് തൃശ്ശൂർ ജില്ലയിൽ നിന്നായിരുന്നു. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ചരിത്രപരമായിട്ടുള്ള പ്രസക്തി. അതേപോലെ തന്നെ 14 സീറ്റിൽ 13 സീറ്റും UDFനുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു തൃശ്ശൂർ ജില്ലയ്ക്ക്. അങ്ങനെ സുവർണ്ണ കാലഘട്ടം. എറണാകുളത്തെക്കാളും മുമ്പിൽ തൃശ്ശൂർ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ കോട്ടയായിരുന്നു. 14-ൽ 13 സീറ്റും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് മാത്രമേ ഉള്ളൂ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. CN ബാലകൃഷ്ണൻ DCC പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്താണ് നേട്ടം ഉണ്ടായത്. അതെ, അതേപോലെ തന്നെ അതായത് പിന്നെ CN ബാലകൃഷ്ണന് ശേഷം അങ്ങനെ പ്രബലനായ നേതാവ് അവിടെ വന്നിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പ്രത്യേകിച്ചും പ്രബല സമുദായത്തിൽ നിന്ന് ഒരു ഘട്ടത്തിൽ 5 വരെ പേരെയൊക്കെ നിയമസഭയിലേക്ക് എത്തിച്ച സമയമുണ്ട്. പക്ഷേ 2015 ശേഷം അവിടെ ഒരു അവഗണന അനുഭവിക്കുന്നുണ്ട് പ്രബല സമുദായം എന്നുള്ളത്. അപ്പം പിന്നെ 5 നിയമസഭാ സീറ്റുകളിൽ BJPയുമായിട്ട് ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളത്. മാത്രമല്ല തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നോക്കുമ്പോൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിലുള്ള മണ്ഡലങ്ങളിൽ ഗുരുവായൂർ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളിലും UDF 3-ാം സ്ഥാനത്ത് പോയി. BJP പലയിടത്തും 1-ാം സ്ഥാനത്തെത്തി, പലയിടത്തും LDF 1-ാം സ്ഥാനത്തെത്തി. LDF 1-ാം സ്ഥാനത്ത് നിർത്തി BJP 2-ാം സ്ഥാനത്ത്. എങ്ങനെ പോയാലും എല്ലായിടത്തും ഒരൊറ്റ മണ്ഡലം ഒഴിച്ച് ബാക്കിയുള്ളിടത്ത് എല്ലായിടത്തും BJP 3-ാം സ്ഥാനത്ത് പോയി. ഗുരുവായൂരിൽ ലീഗിൻ്റെ ചില പോക്കറ്റുകളുള്ളതുകൊണ്ടാണ് അത് രക്ഷപ്പെട്ടു പോയത്. അതിനകത്ത് പ്രധാനമായിട്ടും മുരളിയുടെ സ്ഥാനാർത്ഥിത്വമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളുണ്ടെന്നുള്ളത് വേറെ സത്യം. പിന്നെ കോർപ്പറേഷനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കോർപ്പറേഷനിലെ ആണെങ്കിലും മുനിസിപ്പാലിറ്റിയിലെ ആണെങ്കിലും പഞ്ചായത്ത് ബ്ലോക്ക് അധ്യക്ഷന്മാരുടെ ഇടയിലാണെങ്കിലും ഒക്കെ ഈ സാമുദായിക സന്തുലിതാവസ്ഥ തകിടം മറിഞ്ഞു പോയിട്ടുണ്ട്. അതൊരു വലിയ വിഷയമാണ്. ഈ തൃശ്ശൂർ ജില്ലയെക്കുറിച്ച് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. മാളയുടെ മാണിക്യം കരുണാകരൻ്റെ തട്ടകമാണത്. VM സുധീരൻ്റെ മണ്ഡലമായിരുന്നു മണലൂർ. തേറമ്പിൽ രാമകൃഷ്ണൻ കുറേ കാലം തുടർച്ചയായിട്ട് ജയിച്ചു വന്നതാണ്. ഈ പറഞ്ഞ പോലെ ബലറാം വടക്കാഞ്ചേരിയിൽ നിന്നുണ്ടായിരുന്നു. KS നാരായണൻ നമ്പൂരി ഏറെക്കാലം ഈ വടക്കാഞ്ചേരിയിൽ നിന്ന് തന്നെ മത്സരിച്ച് വിജയിച്ചതാണ്. CN ബാലകൃഷ്ണൻ
എൻ ബാലകൃഷ്ണൻ എടുത്തു പറയാവുന്ന നേതാവാണ്. തൻ്റെ അടിയായിരുന്നു. ഈ റോംപടക്കം വരാൻ നേരത്ത് വടക്കനും തെക്കനും ഒന്നും ഇങ്ങോട്ട് വരണ്ടെന്നാണ് പറഞ്ഞത്. ഓർമ്മയുണ്ടോ? പ്രാവശ്യം അത് പറയാൻ തൻ്റെ ഇടം കാണിച്ച ആളാണ്. എന്നിട്ട് റോംപടക്കൻ ചാനൽ ചർച്ചയിൽ അയാൾക്ക് എന്നോട് എന്തോ വിരോധമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, കാരണം പുള്ളി ഈ മുറി മലയാളത്തിലാണല്ലോ പറയുക. കെ പി വിശ്വനാഥൻ പിന്നെ കെ.പി. വിശ്വനാഥനും സി എൻ ബാലകൃഷ്ണനുമായിരുന്നു അവിടുത്തെ എയും ഐയും. ഉമ്മൻചാണ്ടിയുടെ വലങ്കൈയായിരുന്നു, എ.കെ. വലങ്കൈയായിരുന്നു കെ പി വിശ്വനാഥൻ. കെ പി വിശ്വനാഥനും ഈ പിന്നെ കെ കരുണാകരനോട് പ്രതിഷേധിച്ച് എ.കെ. ആന്റണിയെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഉമ്മൻചാണ്ടിയുടെ കൂടെ രാജിവെച്ചതാണ് മന്ത്രിസഭയിൽ നിന്ന്. 91 91 to 95 മന്ത്രിസഭയിൽ. ടി വി ചന്ദ്രമോഹൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ടി വി ചന്ദ്രമോഹൻ കെ കരുണാകരൻ്റെ വിശ്വസ്തനായിരുന്നു. കെ കരുണാകരന് ശേഷം മാളയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചതാണ്. പിന്നെ കെ സുധാകരൻ സംസ്ഥാന അധ്യക്ഷനായിട്ടിരിക്കുന്ന സമയത്ത് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്നു. പി എ മാധവൻ എടുത്തു പറയാവുന്നൊരു നേതാവായിരുന്നു. സാവിത്രി ലക്ഷ്മണൻ ചാലക്കുടിയിൽ നിന്ന് ലോക്സഭയിലിട്ട് വരെ നിയമസഭയ്ക്കാണ്. പഴയ മുകുന്ദപുരത്ത് നിന്ന് എം പി ആയിരുന്നു. 2-3 പ്രാവശ്യം എം പി ആയിരുന്നു. അതിനുശേഷം പിന്നീട് ചാലക്കുടിയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിക്കുകയും. അങ്ങനെ ഈ പ്രബലരായ നേതാക്കന്മാരിൽ ബഹുഭൂരിപക്ഷവും വന്നിരുന്ന ഒരു സമുദായത്തിൽ നിന്നാണ്. പിന്നീട് അവിടെ എടുത്തു പറയേണ്ട ഒരാൾ ആ കാലത്തിൽ നഷ്ടപ്പെട്ടു പോയ ജോസ് താന്നിക്കലാണ്. ജോസ് താന്നിക്കൽ പിന്നെ മരണപ്പെട്ടു പോയി. പക്ഷെ അദ്ദേഹത്തിൻ്റെ മകൻ രവിച്ചേട്ടനും ഇടയ്ക്ക് അവിടെ കാലം DCC ഭാരവാഹിയായിരുന്നു. ഇവിടെ ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ജോസ് വള്ളൂരാണ്. അയ്യോ, കുപ്പായോട്ടിരിക്കുന്ന അതറിയത്തില്ലേ? അയ്യോ, വടക്കാഞ്ചേരിയിലോട്ട് ഷർട്ടൊക്കെ അളവെടുത്ത് പാകമായിട്ട് അടിച്ചിട്ടിരിക്കുകയാണ് പോക്കാൻ ജോസ് വള്ളൂര്. DCC പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് മുരളീധരൻ 3-ാം സ്ഥാനത്ത് പോയത്. അങ്ങനെയാണ് DCC പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റുന്നത്. കഴിഞ്ഞ തവണ ഒല്ലൂർ പോയിട്ട് 23,000 വോട്ടിനാണ് തോറ്റത്. ജോസ് വള്ളൂരിന് എന്നാൽ ഒല്ലൂർ തന്നെ നിൽക്കാൻ തീരുമാനിക്കേണ്ട, ഞാൻ തോപ്പിച്ച സ്ഥലത്ത് ഞാൻ വീണ്ടും ജയിച്ച് മത്സരിച്ച് കാണിക്കുന്നുള്ളതല്ലേ വേണ്ടത്. അതല്ല, വടക്കാഞ്ചേരി ഇപ്പോഴത്തെ സ്ഥിതിയിൽ വേണമെങ്കിൽ പിടിച്ചെടുക്കാവുന്നൊരു സീറ്റാണ് എന്നൊരു പൊതുധാരണ നിൽക്കുമ്പോൾ വടക്കാഞ്ചേരിയിലേക്ക് വന്ന് നിൽക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ സാമുദായിക സമവാക്യങ്ങളുടെ സന്തുലിതാവസ്ഥ വീണ്ടും തകിടം മറിയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത്. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ KPCCക്കകത്ത് 7 ഭാരവാഹികളുള്ളതിലും 3 ഭാരവാഹികളെയാണ് പ്രബല വിഭാഗത്തിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നേട്ടം അവർ കൊയ്തു. അതിനേക്കാൾ വലിയ നേട്ടം കൊയ്യായിരുന്നു ഈ ജോസ് വള്ളൂരും അങ്ങനെയുള്ള കുറച്ച് പേരും എല്ലാം കൂടെ. ജോസ് വള്ളൂരാണ് ഈ ജാക്സണ് അങ്ങനെയുള്ള അതിനകത്ത് ചില ആൾക്കാർ ജാക്സനെ അത്രയും പറയുന്നില്ല. ജാക്സൺ അങ്ങനെ ഇങ്ങനെ കൂടെ നിൽക്കണമെന്നുണ്ട് എന്നുള്ള ആഗ്രഹമേ ഉള്ളൂ. വേറെ ഏത് സീറ്റും നോക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ KPCC ഭാരവാഹിയൊക്കെയാണല്ലോ. അപ്പോൾ അവിടെ പിന്നെ മത്സരിപ്പിക്കാൻ ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും മത്സരിപ്പിക്കാൻ ഓരോരുത്തർ ഫണ്ട് മേടിച്ചിട്ടുണ്ട്. അത് ആരാണെന്നുള്ള പേരൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. കോർപ്പറേഷനിലേക്ക് മത്സരിപ്പിക്കാൻ വേണ്ടി കോർപ്പറേഷനിലേക്ക് പൈസ മേടിച്ചിട്ടുണ്ട് നന്നായിട്ട്. ജോസ് വള്ളൂരിനും ഇവർക്കൊക്കെ നല്ല പിന്നെ പങ്കുണ്ട്. ഉണ്ട്. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം 2020 അവിടെ തോളൂര് മുളങ്ങുന്നത്തുകാവ് 7 പഞ്ചായത്തിൽ ഈ 2 പഞ്ചായത്ത് മാത്രമാണ് UDF ഉണ്ടായിരുന്നത് 2020. ഈ 5 പഞ്ചായത്ത് LDF, മുനിസിപ്പാലിറ്റിയും LDF എന്നാൽ 2025 ആയപ്പം അടാട്ട് പഞ്ചായത്ത് അവർ തിരിച്ചു പിടിച്ചു. പണ്ട് അടാട്ട് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു അനിലക്കര തന്നെ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് ഞാനിനി പിന്നെ നിയമസഭയിലേക്കില്ല, ഞാൻ എൻ്റെ ഇവിടെ കേന്ദ്രീകരിക്കുകയാണെന്നുള്ളത്. ഈ അനിലക്കര അങ്ങനെ വലിയ ആർത്തിയുള്ള ആളൊന്നുമല്ല. അനിലക്കര നിയമസഭയ്ക്ക് മത്സരിക്കാനുള്ള താല്പര്യം ഒഴിവാക്കിയിട്ടുണ്ട്. അനിലക്കരയ്ക്ക് പക്ഷേ വടക്കാഞ്ചേരി മണ്ഡലം പിടിച്ചെടുക്കണമെന്നുള്ളത് അനിലക്കരയുടെ വാശിയാണ്, അനിലക്കരയുടെ റിവഞ്ചാണത്. കാരണം അനിലക്കരയ്ക്കെതിരെ അത്തരം അപവാദങ്ങൾ വന്നിട്ടാണ് അനിലക്കരയെ പരാജയപ്പെടുത്തിയതെന്നും അതുകൊണ്ട് ആ മണ്ഡലം തിരിച്ചു പിടിച്ച് കോൺഗ്രസിന് വേണ്ടിയിട്ട് വേറെ പറ്റിയ സ്ഥാനാർത്ഥിയെ നിർത്തി തിരിച്ചു പിടിച്ച് അതിൻ്റെ തേരാളിയായി നിന്ന് ഒരു ശുദ്ധീകരണം, ഞാനായിരുന്നു ശരി എന്നപ്പോഴും പ്രൂവ് ചെയ്യാലോ, അതിന് വേണ്ടിയിട്ട് മുൻനിരയിൽ നിൽക്കാനാണ് പിന്നെ അനിലക്കര പഞ്ചായത്തിലേക്ക് മത്സരിച്ചത്. ഇപ്പോൾ അടാട്ട് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്. അടാട്ട് പഞ്ചായത്ത് പിന്നെ അവർ തിരിച്ചു പിടിച്ചു. കോലടി പഞ്ചായത്ത് തിരിച്ചു പിടിച്ചു. കൈപ്പറമ്പ് പഞ്ചായത്ത് തിരിച്ചു പിടിച്ചു. അതോടൊപ്പം തന്നെ അവർ മുനിസിപ്പാലിറ്റിയിൽ വളരെ ദയനീയമായ അവസ്ഥയിലായിരുന്നു. ഇപ്പോഴും പ്രതിപക്ഷത്താണ്. പക്ഷേ 18-22 4 സീറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. 2 സീറ്റ് പറഞ്ഞാൽ ഈക്വലായി ആ അവസ്ഥയിലേക്ക് എത്തി. അവരെ നില മെച്ചപ്പെടുത്തി. പിന്നെ അവിടെ 3 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളാണുള്ളത്. അതിൽ ചൂണ്ടൽ ഡിവിഷൻ UDFൻ്റെ കയ്യിലാണ്. വാഴാനിയും അവനൂറും അത് സ്ഥാനാർത്ഥി എണ്ണത്തിൽ ചില പിഴവുകളും പേയ്മെൻറ്റ് സീറ്റും ഒക്കെ വന്നിട്ടാണ്. അത് രണ്ടും LDFൻ്റെ കയ്യിലാണ്. ത്രിതല പഞ്ചായത്തിൽ ഇവർ UDF LDF തമ്മിലുള്ള വോട്ട് വ്യത്യാസം 1000-ൽ പരം വോട്ടുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ മൊത്തത്തിലെടുത്ത് നോക്കുമ്പോൾ ത്രിതല പഞ്ചായത്തിൽ. അത് നിയമസഭയിലേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അട്ടിമറിക്കൽ അസാധ്യമല്ല എന്ന ധാരണയിലാണ് UDF നിൽക്കുന്നത്. BJP അവിടെ ഒട്ടും ശക്തമല്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും തൊട്ടപ്പുറത്ത് സുരേഷ് ഗോപി ജയിച്ചെന്ന് പറഞ്ഞിട്ടും ബ്ലോക്ക് പഞ്ചായത്തിൽ 7-7 സ്ഥിതി ഈക്വല. 14 സീറ്റിൽ 7 സീറ്റ് UDF, 7 സീറ്റ് LDF. BJPക്ക് ഒരൊറ്റ സീറ്റ് പോലും ഇല്ല. തൊട്ടപ്പുറത്തെ സംഭവം ആ പ്രതിഫലനം ഇവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവിടെ നിർത്താൻ പറ്റുന്ന ആൾ ജോസ് വള്ളൂരിൻ്റെ ഒക്കെ പേര് വരുമ്പോൾ തന്നെ നമ്മളവിടെ ഞാൻ പറഞ്ഞല്ലോ പല ഓഫീസുകളിൽ കയറിയപ്പോൾ ചില വണ്ടി ഓടിക്കുമ്പോൾ നോക്കിയാൽ ചില കോൺഗ്രസ്സുകാർക്ക് അതിർട്ടവരെ കാണുമ്പോൾ വെറുതെ പരിചയപ്പെട്ട് ചേട്ടാ ഒരു സിഗരറ്റൊക്കെ മരിച്ച് വയ്ക്കുമ്പോൾ എന്താ സ്ഥിതി ഇവിടെ ആരും എന്നാലും ജയിക്കുക അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഉയർന്നു കേട്ടൊരു പേര് രാജേന്ദ്രൻ അരങ്ങത്ത്. KPCC സെക്രട്ടറിയാണ്. ഇയാളെക്കുറിച്ച് ഞാൻ പിന്നീട് കൂടുതൽ പഠിച്ചു. ഇയാളെക്കുറിച്ച് ജോസ് വള്ളൂരിനെ കുറിച്ച് നന്നായി പഠിച്ചു. ജോസ് വള്ളൂരിനെ കുറിച്ച് പഠിച്ചതെല്ലാം കൊണ്ട് പുസ്തകം എഴുതാനുണ്ട്. ആ പുസ്തകം എഴുതി കഴിഞ്ഞാൽ ബെസ്റ്റ് സെല്ലറായി മാറും. സ്വപ്ന സുരേഷിൻ്റെ പുസ്തകമൊക്കെ അവിടെ കിടക്കും. ജോസ് വള്ളൂരിൻ്റെ പുസ്തകം എഴുതി കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എങ്ങനെ നശിപ്പിച്ചു. പ്രതാപനെ നമ്മളെല്ലാം കുറ്റം പറഞ്ഞിട്ടുണ്ട്.
പ്രതാപനൊക്കെ ഇത് വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല സാധുവാ. അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ CN ബാലകൃഷ്ണനെ പോലെ ഇങ്ങനെയുള്ള ഒരുപാട് പേര് ഇരുന്ന DCC പ്രസിഡന്റ് സ്ഥാനത്ത് ജോസ് വള്ളൂർ എന്ന് പറയുന്ന അബ്ദുറഹ്മാൻ ഇരുന്നിട്ടുണ്ട്. അല്ലെ, അബ്ദുറഹ്മാൻ എന്നല്ലേ? രാജ്മേറ്റ് വേറൊരു കാര്യം കൂടെ പറയട്ടെ ഇടയ്ക്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലത്തെ തൃശ്ശൂർ DCC പ്രസിഡന്റ് ഒരാളെ പഞ്ചായത്തിലെ വാർഡിലേക്ക് മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുന്ന് പെർഫ്യൂമിന്റെ പാക്കറ്റ് എടുത്തിട്ട് പോകുന്ന ആളാണ്. ഇതൊക്കെ ഇവരെ പൊതു സ്വഭാവത്തിൽപ്പെട്ടതാ. പക്ഷെ അവിടെ മാന്യനായ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പൊതുവിൽ കേട്ടത് എനിക്ക് തോന്നുന്നു അനിൽ അക്കരയും അദ്ദേഹത്തിന് സപ്പോർട്ടാണെന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം. പബ്ലിക് ഒപ്പീനിയൻ എടുക്കുകയാണ് ചെയ്തത്. അത് പബ്ലിക് ഒപ്പീനിയൻ ഈ കോലും കൊണ്ട് ചെല്ലാതെ ആ ചേട്ടാ എന്തൊക്കെയാണ് സ്ഥിതി, ഇവിടെ ആരൊക്കെ മത്സരിച്ചാൽ എങ്ങനെ ഉണ്ടാവും, എന്തൊക്കെയായിരിക്കും സ്ഥിതി. ചിലർ സേവ്യർ ചിറ്റിലപ്പള്ളി തന്നെ ജയിക്കുമെന്ന് പറഞ്ഞവരുണ്ട്. പിന്നെ കോൺഗ്രസിന് നിർത്തുകയാണെങ്കിൽ കോൺഗ്രസ് സാധ്യതയുള്ളത്. അപ്പോൾ പറഞ്ഞ പേരാണ് ഈ രാജേന്ദ്രൻ അരങ്ങത്ത്. ഇയാൾ പിന്നെ 10-14 വയസ്സിൽ 58 വയസ്സുണ്ടെന്ന് തോന്നുന്നു, 58-60 വയസ്സും കണ്ടുണ്ട്, 58 വയസ്സാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായിരുന്നാലും 10-14 വയസ്സിൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി. സ്കൂളിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയതാണ്. അവനൂർ ഹൈസ്കൂളിൽ നിന്ന് സ്കൂൾ ലീഡറായി ഇയാൾ. KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റായി 14-15 വയസ്സിലാണെന്ന് ആലോചിക്കണം. അതിൽ നിന്ന് എത്തി ഇപ്പോൾ നിൽക്കുന്ന പൊസിഷൻ KPCCയിലെ സെക്രട്ടറിയാണ്. അതിനിടയ്ക്ക് ഇദ്ദേഹം 93-ൽ, അതായത് 33 വർഷം മുമ്പ് KSUവിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു 33 വർഷം മുമ്പ്. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട് 2002-ൽ, അതായത് 24 വർഷം മുമ്പ്. പിന്നെ KPCC മെമ്പറായിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട്, വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് DCCയുടെ. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും സവിശേഷമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പല നേതാക്കന്മാരും അവരുടെ ബൂത്തിൽ പിന്നി പോകുന്നുണ്ട്. നമുക്കിപ്പോൾ സ്വരാജിൻ്റെ അതറിയാം, നമുക്ക് അനൂപ് ജേക്കബിനെതിരെ മത്സരിച്ച AL ജേക്കബിൻ്റെ കഥ അറിയാം, രമേശ് ചെന്നിത്തലയുടെ ബൂത്തിൽ ഇത്തവണ പിന്നിപ്പോയത് നമുക്കറിയാം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വാർഡിൽ. അങ്ങനെയുള്ള ഒരുപാട് നേതാക്കന്മാർക്ക് നാട്ടിൽ ഗ്രിപ്പില്ലാത്ത അവസ്ഥയുണ്ട്. ഈ രാജേന്ദ്രൻ അരങ്ങത്തെന്ന് തന്നെയാന്ന് തോന്നുന്നു. ഇപ്പം എന്തായാലും പുള്ളി അരങ്ങിന് പുറകിലാണ് നിൽക്കുന്നത്. അദ്ദേഹം അരങ്ങത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം. അദ്ദേഹം അവനൂർ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റായിട്ട് 2020-ൽ തെരഞ്ഞെടുക്കപ്പെടുന്നു. ഒരു വാർഡിൽ നിന്ന് മത്സരിച്ചു, വിജയിച്ചു. 2005 വരെ അവനൂർ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റായി. അടുത്ത തവണ അവർക്ക് പഞ്ചായത്തിൻ്റെ ഭരണം നഷ്ടപ്പെട്ടു. ഇയാളെ വാർഡ് മാറി. ഇയാളുടെ വാർഡ് വനിതാ വാർഡായപ്പോൾ ഇയാൾ തൊട്ട് വേറെ വാർഡിൽ പോയി മത്സരിച്ചു. ആ വാർഡിൽ നിന്ന് ജയിച്ചു. അതെല്ലാം ഇപ്പോൾ വീടിനോട് ചേർന്ന് ചുറ്റുപാട് നിൽക്കുന്ന വാർഡുകളാണ്. അത് 2005 തൊട്ട് 2010 വരെ ഇയാൾ പ്രതിപക്ഷ നേതാവായി. 2010 വീണ്ടും ഒരു പഞ്ചായത്ത് പിടിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാർഡ് വീണ്ടും മാറി. കാരണം രണ്ടാമത് മത്സരിച്ച വാർഡ് വനിതാ വാർഡായല്ലേ, 50-50 ആണല്ലോ ഇപ്പം. അങ്ങനെ 2010 തൊട്ട് 15 വരെ അവനൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി. അതായത് ഒരു ടേം വൈസ് പ്രസിഡന്റ് ഒരു വാർഡിൽ നിന്ന്, ഒരു ടേം മറ്റൊരു വാർഡിൽ നിന്ന് പ്രതിപക്ഷ നേതാവ്, മൂന്നാമത്തെ ടേം വേറെ വാർഡിൽ നിന്ന് പ്രസിഡന്റ്. അതായത് ലോക്കലി ആളുകൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതുകൊണ്ടാണല്ലോ വിജയിച്ചു കയറുന്നത്. തീർച്ചയായിട്ടും വലിയ സംസ്ഥാന നേതാവ് കളിച്ച് KPCC സെക്രട്ടറി ആണെന്ന് പറഞ്ഞ മസിൽ പിടിച്ച് കിടന്ന് ഞാൻ പോയി പണി നോക്കാം, അവന് വോട്ട് കൊടുക്കണ്ടെന്ന് പറയും. ഇന്നിപ്പോൾ ഒരു വീഡിയോ കണ്ടിരുന്നു. ആ വീഡിയോക്ക് എന്താ വെച്ചാൽ KPCC സെക്രട്ടറിമാരെ കുറിച്ചാണ്. ഒരു വണ്ടി വരുന്നു, ആ വണ്ടി ഒരു സ്കൂട്ടറിൽ ഇടിക്കുന്നു. അപ്പോൾ ഡ്രൈവർ വെള്ളം ഇട്ടിറങ്ങിയാണ് ഞാൻ KPCC സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ സ്കൂട്ടർ ഇടിച്ച് താഴെ കിടന്നു പറയണം ഞാനും KPCC സെക്രട്ടറി എന്ന് പറയുന്നത്. അതിനുശേഷം രണ്ടുപേരും ഓടി വരുവാണ്. എന്ത് പറ്റി, അപകടം നടന്നില്ല. അപ്പോൾ അപകടം നടന്ന സ്ഥലത്ത് വന്നിട്ട് ഇവർ പറയുന്നത് വെച്ചാൽ ഞാൻ ഇന്ന ആളെ KPCC സെക്രട്ടറി, മറ്റേ ആളും പറയണത് ഞാൻ KPCC സെക്രട്ടറി. അല്ല, ഇത് അങ്ങനെ തന്നെയല്ലേ. ഒരു ചന്ദ്രശേഖരൻ വ്യത്യസ്തനാണ് ഇദ്ദേഹം എന്നുള്ള ഒരു ഫീഡ്ബാക്കാണ് കിട്ടിയേക്കുന്നത്. കാരണം ഇദ്ദേഹം അവിടെ KPCC സെക്രട്ടറി ഒന്നുമല്ല. ഇദ്ദേഹത്തിന്റെ പദവി എന്താണെന്ന് പോലും സാധാരണക്കാർക്ക് അറിയത്തില്ല. രാജേന്ദ്രൻ ചേട്ടൻ എന്നാണ് എന്നോട് പറഞ്ഞത്. സത്യത്തിൽ എനിക്ക് ആ മനുഷ്യനെ പരിചയപ്പെടണമെന്നുണ്ടായിരുന്നു. ഞാൻ അയാളെ നമ്പർ പാർട്ടി ഓഫീസിൽ കയറി സംഘടിപ്പിച്ചു, പക്ഷേ വിളിച്ചപ്പോൾ കിട്ടിയില്ല. അതോടൊപ്പം തന്നെ ഇദ്ദേഹം കുടുംബശ്രീ ഗവേണിംഗ് ബോർഡിന്റെ മെമ്പറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് അസോസിയേഷന്റെ ഈ പ്രസിഡന്റുമാരുടെ അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറി. അതേപോലെ തന്നെ അദ്ദേഹത്തിനവിടെ സാംസ്കാരിക രംഗത്തുള്ള ബാക്കിയുള്ള ചാരിറ്റി രംഗത്തൊക്കെ വളരെ സജീവമാണ്. സഹകരണ സ്ഥാപനത്തിന്റെ പ്രസിഡന്റാണ്. അവിടെ മുളങ്കുന്നത്തുകാവ് പ്രകൃതി വിഭവ സംരക്ഷണ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റാണ്. ഏകദേശം 20 വർഷത്തോളമായിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ HDS മെമ്പറാണ്. ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കൗൺസിലിനകത്ത് മെമ്പറാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലും പേപ്പറിൽ കണ്ടായിരുന്നു 1-2 സമരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത്. ഈ HDSൽ 20 വർഷം ഒരാളെ ഇടുക എന്ന് പറഞ്ഞാൽ ഏത് ഭരണം വരുമ്പോഴും സ്ഥിരം നോമിനിയായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ 20 വർഷത്തിൽ 15 വർഷവും LDF ആണ്. ഇത് 2006 തൊട്ട് 2011 വരെ അദ്ദേഹം ഉണ്ട്. LDF BS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. പിന്നെ അന്ന് ആരോഗ്യമന്ത്രി പിന്നെ ആരായിരുന്നു എന്നുള്ള ഞാൻ ഓർക്കുന്നില്ല. അന്ന് PK ശ്രീമതി ടീച്ചർ ടീച്ചർ ആരോഗ്യമന്ത്രി. 2011 തൊട്ട് 16 വരെ BS ശിവകുമാറാണെന്ന് തോന്നുന്നു ആരോഗ്യമന്ത്രിയായിരുന്നത്. പക്ഷേ അന്ന് UDFന്റെ ഭരണത്തിൽ അപ്പോഴും അദ്ദേഹമുണ്ട്. അത് കഴിഞ്ഞ് 16 തൊട്ട് 21 വരെ ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രി ആകുമ്പോഴും ഇയാൾ HDCക്കകത്തുണ്ട്. 21 തൊട്ട് 26 വരെ വീണ ജോർജ് ആകുമ്പോഴും അപ്പം 3 ടൈം LDFന്റെ സമയത്തും 1 ടൈം UDFന്റെ സമയത്തും ഇയാൾ HDCക്കകത്തുണ്ട്. അതുമായി ബന്ധപ്പെട്ട് HDC എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. പല ആളുകൾക്കും പല കാര്യങ്ങൾക്കും പല സഹായങ്ങളും ചെയ്യാൻ പറ്റും. ഇപ്പം താലൂക്ക് ആശുപത്രിയിൽ HDCക്ക് പോലും ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ മനസ്സിലാക്കി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിനകത്ത് ഈ അനിലക്കരയും രാജേന്ദ്രനും ഈ രാജേന്ദ്രൻ അരങ്ങത്തെന്ന് പറയുന്നത്
അവർ രണ്ടുപേരും തമ്മിൽ കെമിസ്ട്രി ഉണ്ട്. അനിലക്കരയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് വടക്കാഞ്ചേരി മണ്ഡലം തിരിച്ച് കോൺഗ്രസിന് പിടിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ശ്രീകൃഷ്ണനും അർജുനനും പോലെ മഹാഭാരത യുദ്ധക്കാലത്ത് അറിയാമല്ലോ, മഹാഭാരത യുദ്ധത്തിനകത്ത് എന്താ ചെയ്തത്? കൗരവ പാണ്ഡവ യുദ്ധത്തിൽ കൗരവ പാണ്ഡവ യുദ്ധത്തിൽ അർജുനന്റെ സാരഥിയായും വഴികാട്ടിയായും പാണ്ഡവരുടെ വഴികാട്ടിയായിട്ടാണ് പിന്നെ ശ്രീകൃഷ്ണൻ നിർണായക പങ്കുവഹിച്ചത്. യുദ്ധഭൂമിയിൽ അർജുനനെ തളരുന്ന സമയത്ത് ഗീതോപദേശം നൽകുകയാണ്. കാരണം അപ്പുറത്തെ സഹോദരങ്ങളാണെങ്കിലും വിജയമാണ് വലുതെന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പിന്നെ തന്ത്രപരമായ തീരുമാനം എടുത്തിട്ടുള്ളതാണ്. കർണനെ പോലെയുള്ള ആളുകളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചെയ്തു. ആയുധം എടുക്കത്തില്ല എന്ന ഉറപ്പില്ല, ആയുധം ഇയാൾ എടുത്തില്ല. പക്ഷേ ഇയാൾ എന്നിട്ടാണ് ഇതിനെ നയിച്ചുകൊണ്ടിരുന്നത്. അപ്പം പിന്നെ അങ്ങനെ രഥം തെളിക്കാനും യുദ്ധതന്ത്രങ്ങൾ ഉപദേശിക്കാനും ആണ് കൃഷ്ണൻ അർജുൻ്റെ കൂടെ നിന്നത്. അർജുൻ ആരാണ്, കൃഷ്ണൻ ആരാണെന്നുള്ളത് ആലോചിക്കണം. പിന്നെ കൃഷ്ണന്റെ സഹോദരിയാണ് പിന്നീട് അർജുൻ സുഭദ്രയെ വിവാഹം കഴിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ആ രീതിയിൽ കൃഷ്ണന്റെ റോളിൽ നിന്നുകൊണ്ട് അനിൽ അക്കര അതിനെ നയിക്കുകയും തേരാളിയായിട്ട് നയിക്കുകയും രാജേന്ദ്രൻ അരങ്ങത്ത് എൻ്റെ സ്ഥാനാർത്ഥിയാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ്, എൻ്റെ സ്ഥാനാർത്ഥിയാണ്, ഞാൻ ചതിക്കപ്പെട്ടതാണ്, നിങ്ങൾ വിഡ്ഢികളാക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് ക്യാമ്പയിന് നേതൃത്വം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ചിത്രം മാറും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സമാനമായ സാഹചര്യം നിലമ്പൂരുണ്ടായിരുന്നു. നിലമ്പൂർ VS ജോയിയും ആര്യാടൻ ഷൗക്കത്തും തമ്മിൽ സീറ്റിന് വേണ്ടിയിട്ടുള്ള മത്സരമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴും അവസാനം ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പം 1000 തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ അവസരം കിട്ടിയിട്ടില്ലെങ്കിലും ആരോ നോക്കുകൊണ്ടോ ഒരു വാക്കുകൊണ്ടോ എൻ്റെ പാർട്ടിക്ക് പോറലേൽപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ ഒരു പാർട്ടി ബോധമുള്ള ആളാണ് അനിലക്കര. അപ്പോൾ ആ രീതിയിൽ അനിലക്കരയ്ക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അനിലക്കര ഇതിനകത്ത് നിന്ന് ക്യാമ്പയിന് നേതൃത്വം കൊടുത്താൽ അദ്ദേഹം ഇനി മത്സരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു പാർലമെന്ററി ആകുന്നില്ല. പഞ്ചായത്തിലേക്ക് ഒതുങ്ങി പഞ്ചായത്തിൽ മത്സരിച്ച് ഇനി അപ്പോൾ അവിടെ മാറുക എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിലുള്ള ആൾക്കാരോട് ചെയ്യുന്ന തെറ്റാണ്. അപ്പം അനിലക്കര പിന്നെ വാക്കുകൾക്ക് മൂർച്ച കൂടും സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ. അപ്പോൾ അങ്ങനെ എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്തത് തെറ്റാണ്, ആ തെറ്റ് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തിരുത്തണം എന്ന് പറഞ്ഞു വരികയാണെങ്കിൽ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ ഒരു ക്ലാസിക് പോരാട്ടത്തിലേക്ക് പോകും. ഒരു പക്ഷേ, കാരണം സേവ്യർ ചിറ്റിലപ്പള്ളി ചില്ലറക്കാരനല്ല, മിടുക്കനായിട്ടുള്ള MLA ആണ്, യുവ MLA ആണ്, നല്ല പെർഫോമൻസ് ആണ്, ഒക്കെയാണ്, നല്ല കഴിവുമുണ്ട്, 10-17 വോട്ടിന് ജയിച്ചതാണ്. വടക്കാഞ്ചേരി മണ്ഡലത്തിൽ പക്ഷേ അനിലക്കര നയിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അനിലക്കര നയിക്കും, രാജേന്ദ്രൻ ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നത്. BJPയുടെ വോട്ടുകൾ അവിടെ നിർണായകമല്ല.